ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു പായസം കണ്ടാലോ? നല്ല ടേസ്റ്റുള്ള പായസമാണ്. അധികം ആരും അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തൊരു പായസമാണ്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് സാബൂൻ റൈസാണ്. അപ്പോൾ അത് ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അത് മുക്കാൽ മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ടത് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ലോണം ഇളക്കി ഇളക്കി വേവിക്കണം. എന്നിട്ട് അതൊരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരും. അപ്പോൾ അത് വെന്തെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ അതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ്, കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ കുറച്ച് സേമിയം, ഒരു പൊടി സേമിയം കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം അത് വേവിച്ചെടുക്കാം. നമ്മൾ മിൽക്ക് മെയ്ഡ് മാത്രമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ മധുരം കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഈ ക്യാരറ്റും സേമിയവും എല്ലാം അതിൽ നിന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ കൈ വെക്കാണ്ട് ഇളക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് കളറാണ്. ഞാനിവിടെ ചേർക്കുന്നത് ഗ്രീൻ കളറാണ്. പൊതുവേ ഇതിന് ഗ്രീൻ കളറാണ് ചേർക്കുക. അപ്പോൾ കുറച്ചൊരു 2-3 ഡ്രോപ്സ് മാത്രം ഗ്രീൻ കളറും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കുക. പിന്നെ ഇത് നമ്മൾ പായസം ഏകദേശം സെറ്റായി. ഇനി വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കിയെടുക്കാം. എന്നിട്ട് എല്ലാ പായസത്തിനാക്കുന്ന പോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ എക്സ്പ്രഷൻ ഒന്ന് കാണാം. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.